Dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കൗണ്ടേഴ്സ് ആണ്. സോ എന്താണ് കൗണ്ടർ എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത്. സോ കൗണ്ടേഴ്സിന്റെ കൺസെപ്റ്റ് ഇതാണ്. നമുക്ക് ഇപ്പോൾ ഒരു കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 0 കഴിഞ്ഞു കഴിഞ്ഞാൽ 1ലേക്ക് കൗണ്ട് ചെയ്യുക, അതായത് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് കൗണ്ടേഴ്സിന്റെ കൺസെപ്റ്റ്. ഇപ്പോൾ 1 കഴിഞ്ഞു കഴിഞ്ഞാൽ 2ലേക്ക് പോവുക, 2 കഴിഞ്ഞു കഴിഞ്ഞാൽ 3ലേക്ക് പോവുക, അങ്ങനെ 4, 5 and 6 അങ്ങനെ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. സോ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കൗണ്ടേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, അപ്പ് കൗണ്ടറും ഉണ്ട്, അപ്പ് കൗണ്ടിങ് അല്ലെങ്കിൽ അപ്പ് കൗണ്ടേഴ്സ് ഉണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഡൗൺ കൗണ്ടേഴ്സും ഉണ്ട്. ഓക്കെ, സോ എന്താണ് അപ്പ് കൗണ്ടർ? ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അപ്പ് കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡൗൺ കൗണ്ടിങ് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 6 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 6 5ലേക്ക് വരിക, 5 4ലേക്ക് വരിക, 4 3ലേക്ക് വരിക, 3 2ലേക്ക് വരിക, 2 1ലേക്ക് വരിക, 1 0ലേക്ക് കൗണ്ട് ചെയ്യുക. എന്നിട്ട് ഇതേ പ്രോസസ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഡൗൺ കൗണ്ടിങ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പ് കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെയും ഇതേപോലെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിനെയാണ് അപ്പ് കൗണ്ടിങ് ആൻഡ് ദിസ് വൺ ഈസ് ഡൗൺ കൗണ്ടിങ്. ഇവിടെ നമുക്ക് കൗണ്ടിങ് നടക്കുന്നത് ഈ റിവേഴ്സ് ഡിറക്ഷനിലായിരിക്കും കൗണ്ടിങ് നടക്കുന്നത്. ക്ലിയർ ആയല്ലോ എന്താണ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്? അപ്പൊ കൗണ്ടേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, അപ്പ് കൗണ്ടിങ്ങും ഉണ്ട്, ഡൗൺ കൗണ്ടിങ്ങും ഉണ്ട്. കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് കൗണ്ടിങ്ങിന്റെ മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ്, ഇൻക്രീസിങ് ഓർഡർ ആണോ അതോ ഡിക്രീസിങ് ഓർഡർ ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, അപ്പ് കൗണ്ടിങ്ങും ഡൗൺ കൗണ്ടിങ്ങും വരുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ അല്ലാതെ നമുക്ക് മെയിൻ ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൗണ്ടേഴ്സ് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് കൗണ്ടർ എന്ന് പറയുന്നത് asynchronous counter and second one is synchronous counter. So up counting and down counting അല്ലാതെ അത് നമ്മൾ ഇതിനകത്തൊക്കെ വരുന്നതാണ്. സോ മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ asynchronous counter. ഓക്കെ, ആദ്യം നമുക്ക് asynchronous counter എന്താന്നുള്ളത് നോക്കാം. asynchronous counter ഞാൻ പറഞ്ഞു two types of major categories of counters are there, asynchronous counter and synchronous counter. ആദ്യത്തേത് asynchronous counter. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ ആദ്യം പറഞ്ഞത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഓക്കെ, അപ്പോ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്താന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞു ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനകത്ത്. അതേപോലെ നമുക്ക് എത്ര ബിറ്റ് കൗണ്ട് ചെയ്യണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത്രയും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു n ബിറ്റ് കൗണ്ട് ചെയ്യണം എന്ന് വെച്ചോ. ഓക്കെ, n ബിറ്റ് കൗണ്ട് ചെയ്യണമെങ്കിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം, n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം. ശരിയല്ലേ? സോ n ബിറ്റ് കൗണ്ട് ചെയ്യാൻ നമുക്ക് n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം. അപ്പൊ നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിലൊക്കെ ആദ്യത്തെ ഫ്ലിപ്പ്, അതായത് ഇപ്പൊ 4 ബിറ്റ് ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ 4 ബിറ്റ് പോട്ടെ 2 ബിറ്റ് ആണെന്ന് വെച്ചോ, ഇതാണ് 2 ബിറ്റ് അല്ലേ. നമ്മൾ ഏതാ പറയണത്, 2 ബിറ്റിന്റെ കേസ് ആണ് പറയണത്. ഓക്കെ, അപ്പൊ ഇതാണ് 2 ബിറ്റ് കൗണ്ടേഴ്സ് എന്ന് വെച്ചോ. എസിൻക്രണസിന്റെ കേസ് ആണ് പറയണത്. അപ്പൊ 2 ബിറ്റിന്റെ കേസിൽ സപ്പോസ് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യാം. നമുക്ക് എളുപ്പത്തിന് ഡി എ ക്യു എ ഡി ബി ക്യു ബി. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് എന്തോ ആയിക്കൊള്ളട്ടെ, ഇൻപുട്ടിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇവിടെ റാൻഡം 1 കൊടുത്തേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ക്ലോക്ക് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇനിഷ്യൽ ക്ലോക്ക് കൊടുത്തു. ഈ ക്ലോക്ക് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുത്തിട്ട്, ഇത് ഫസ്റ്റും ഇത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമേ ഞാൻ എന്ത് കൊടുത്തുള്ളൂ, ക്ലോക്ക് കൊടുത്തുള്ളൂ. എന്നിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സർക്യൂട്ടിനെയാണ് ഞാൻ എന്ത് പറയണത്, asynchronous കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താ നമ്മൾ ചെയ്യുന്നത്, ആദ്യം ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇനീഷ്യൽ ക്ലോക്ക് കൊടുക്കും.
ഈ സർക്യൂട്ടുകളിലൊക്കെ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്താണ്? ഒരു ഇനീഷ്യൽ ക്ലോക്ക് കൊടുക്കും. ഓക്കെ, ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇനീഷ്യൽ ക്ലോക്ക് ഏതിന് കൊടുക്കും? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രം കൊടുക്കും. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ എന്ത് കൊടുക്കും? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്ത് എന്ത് ചെയ്യും? സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് പാസ് ചെയ്യും. ഇനി മൂന്നാമതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എന്തെടുക്കും? എഗെയിൻ ഔട്ട്പുട്ട് എടുത്ത് മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. ആൻഡ് സോ ഓൺ. ഇവിടെ നിൽക്കത്തില്ല. എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് എത്ര കറസ്പോണ്ടിങ് ആയിട്ട് ക്ലോക്ക് ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യും. ഇങ്ങനെയുള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൗണ്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസിൻക്രണസ് കൗണ്ടർ എന്ന് പറയുന്നത്. ഹെൻസ് ഈ ഓരോ സ്റ്റേജസിനകത്തുള്ള ക്ലോക്ക് എന്ന് പറയുന്നത് ആദ്യം ഇതിൽ കയറി ഇവിടെ എത്തണം അല്ലേ? ഇനി ഇവിടുന്ന് കയറി ഇങ്ങോട്ടേക്ക് റിപ്പിൾ ചെയ്യണം. സോ അങ്ങനെ റിപ്പിൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയണത്? വി ക്യാൻ കോൾ ദിസ് എസിൻക്രണസ് കൗണ്ടേഴ്സ് ആസ് റിപ്പിൾ കൗണ്ടേഴ്സ്. റിപ്പിൾ കൗണ്ടേഴ്സ്. ഓക്കെ, നമുക്ക് ഈ എസിൻക്രണസ് കൗണ്ടേഴ്സിനെ എന്തും പറയാം? റിപ്പിൾ കൗണ്ടേഴ്സ് എന്നും പറയാൻ പറ്റും. ക്ലിയർ ആയോ? എന്താണ് എസിൻക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് 2-bit കൗണ്ടർ ഒന്ന് നോക്കാം. 2-bit കൗണ്ടർ. 2-bit കൗണ്ടർ. അപ്പൊ നമുക്കറിയാം 2 ബിറ്റ് ആണ് അല്ലേ? 2 ബിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ? ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവുമ്പോൾ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് വരുമായിരുന്നു? 0യും 1ഉം. ഒരു ബിറ്റ് അല്ലേ, അപ്പൊ 0യും 1ഉം. അപ്പൊ 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആവുമ്പോൾ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് വരും? 2^2 സ്റ്റേറ്റ്സ്. ഓക്കെ, അതെത്രയാണ്? That is equal to 4 states. ക്ലിയർ ആയോ? ഇത്ര ഓർത്താൽ മതി. n ബിറ്റ് ആണെങ്കിൽ n ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം. കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് 2^n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പ് കൗണ്ടിങ് പ്രോസസ് എടുക്കുവാണെങ്കിൽ അപ്പ് കൗണ്ടിങ് എടുക്കുകയാണ്. നമ്മളിപ്പോ 2 ബിറ്റ് ആണ് പറയണേ. അപ്പ് കൗണ്ടിങ് അല്ലെങ്കിൽ അപ്പ് കൗണ്ടേഴ്സ് എടുക്കുകയാണ്. എത്ര സ്റ്റേറ്റ്സ് വരും? 2 ബിറ്റ് ആണെങ്കിൽ നമ്മൾ ഈ 2 ബിറ്റിന്റെ കേസാണ് പറയണത്. 2^2 എന്ന് പറയുന്ന എത്ര സ്റ്റേറ്റ്സ് വരും? 4 സ്റ്റേറ്റ്സ് വരും. അങ്ങനെയാണെങ്കിൽ എവിടം തൊട്ട് എവിടം വരെ? 0. എപ്പോഴും 0 സ്റ്റാർട്ട് ചെയ്യുന്ന 1, 2, 3. ഓക്കെ, പിന്നെയും അതെന്ത് ചെയ്യും? 0 തൊട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 1, 2, 3. അതിങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഏതൊക്കെയാണ് ആ സ്റ്റേറ്റ്സ്? 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0, 0, 0, 1, 1, 0, 1, 1, 0, 0, 0, 1, 1, 0, 1, 1, etc. എന്താണ് ഈ 0, 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് 0യുടെ ബൈനറി ആണ് എന്ത്? 2-ബിറ്റ് ബൈനറി ആണ് എന്ത്? 0, 0. 1ന്റെ 2-ബിറ്റ് ബൈനറി ആണ് എന്ത്? 0, 1. 2ന്റെ 1, 0. ഇനി പറയണ്ടല്ലോ. സോ ഓൾറെഡി നമ്മൾ ഇത് പഠിച്ചതാണ്. ഇനി നെക്സ്റ്റ് വൺ ഡൗൺ കൗണ്ടിങ്. അപ്പൊ ഡൗൺ കൗണ്ടിങ് നോക്കാം. ഡൗൺ കൗണ്ടിങ്. അപ്പൊ ഇതേ 2-ബിറ്റിന്റെ ഡൗൺ കൗണ്ടിങ് എങ്ങനെ വരും? നമ്മൾ അപ്പ് കൗണ്ടിങ് 0 to 3 വരെ എഴുതി. ഡൗൺ കൗണ്ടിങ് വരുമ്പോ എങ്ങനെയാണ്? 3, 2, 1, 0. പിന്നെ എങ്ങനെ വരും? 3, 2, 1, 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ബൈനറിയും കൂടെ പറഞ്ഞേ. 3യുടെ 1, 1, 2ന്റെ 1, 0, 1ന്റെ 0, 1, 0യുടെ 0, 0, 1, 1, 1, 0, 0, 1, 0, 0. ക്ലിയർ ആയോ? സോ ഇതാണ് എന്ത്? ഇങ്ങനെ പോകും ഡൗൺ കൗണ്ടിങ് അല്ലെങ്കിൽ ഡൗൺ കൗണ്ടേഴ്സിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണേലും യൂസ് ചെയ്യാം. വി ക്യാൻ യൂസ് either JK or T ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണേലും യൂസ് ചെയ്യാം. നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് JK യൂസ് ചെയ്യാറുണ്ട്, T യൂസ് ചെയ്യാറുണ്ട്. ഏത് വേണേലും യൂസ് ചെയ്യാം. ഡസന്റ് മാറ്റർ.
ഇനി അടുത്തൊരു ഇത് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് എന്ത് കണ്ടീഷൻ ഉണ്ട്? മാസ്, അതായത് റേസ് അറൌണ്ട് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അറൈസ് ചെയ്യും അല്ലേ? സോ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് എന്തുണ്ട്? ഒരു റേസ് അറൌണ്ട് കണ്ടീഷൻ ഉണ്ട്. എന്താണ് റേസ് അറൌണ്ട് കണ്ടീഷന്റെ പ്രത്യേകത? അതിന്റെ ഔട്ട്പുട്ട് 1 വരുന്ന, ഇൻപുട്ട് 1 വരുന്ന കണ്ടീഷന് ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ടോഗിൾ ചെയ്യും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന ക്ലോക്ക് എന്ന് പറയുന്നത് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക്, എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് ആണ് ഏതിൽ യൂസ് ചെയ്യുന്നത്? ഫ്ലിപ്പ് ഫ്ലോപ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതാണ് നമ്മുടെ ക്ലോക്ക് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഈ ക്ലോക്കിനകത്ത് നമുക്ക് എഡ്ജ് ട്രിഗേർഡ് എന്ന് പറയുമ്പോ എന്താണ്? ഇതിന്റെ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോ ഇങ്ങോട്ട് പോകുമ്പോ ഇത് അതിന്റെ പോസിറ്റീവ് എഡ്ജ്. ഇതാണല്ലോ എഡ്ജ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ പോസിറ്റീവ് എഡ്ജ്. അതുകൊണ്ട് ഈ എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? പോസിറ്റീവ് എഡ്ജും വരും. ഇനി ഇവിടുന്ന് ഇങ്ങനെ വന്ന് പോകുമ്പം ഇത്, അതാണ് എന്ത്? നെഗറ്റീവ് എഡ്ജ്. ശരിക്കും ഇവിടെ അല്ല ശരിക്കും വരുന്നത്, ഇവിടെ. ഇതാണ് എന്ത്? നെഗറ്റീവ് എഡ്ജ്. സോ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് പോസിറ്റീവ് എഡ്ജും രണ്ടാമത്തെ എന്താണ്? നെഗറ്റീവ് എഡ്ജും. ഓക്കെ, സോ എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ സാധാരണഗതിയിൽ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? പോസിറ്റീവ് എഡ്ജും രണ്ടാമത്തത് നെഗറ്റീവ് എഡ്ജും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ 2-bit കൗണ്ടേഴ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻട്രോ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇംപ്ലിമെന്റേഷൻ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ എഴുതുക? ഇംപ്ലിമെന്റ് 2-bit റിപ്പിൾ അപ്പ് കൗണ്ടർ. ഇംപ്ലിമെന്റ്, once again, 2-bit റിപ്പിൾ up counter using negative edge triggered flip flop. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്ക് അസിൻക്രണസിനകത്ത് വലിയ രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇംപ്ലിമെന്റേഷനും കുറച്ചും കൂടെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ക്വസ്റ്റ്യനകത്ത് 2-bit ആണ്. 2-bit എന്ന് പറയുമ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വരും? 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് വരും. ശരിയല്ലേ? ഇനി എത്ര സ്റ്റേറ്റ്സ് വരും? 2⁻², which is equal to 4 സ്റ്റേറ്റ്സ് അല്ലേ? അപ്പൊ 4 സ്റ്റേറ്റ്സ് വരും. അപ്പൊ ഏതൊക്കെയാണ്? ഇതിനകത്ത് നമുക്ക് അപ്പ് കൗണ്ടിങ് അല്ലേ വേണ്ടേ? സോ അപ്പ് കൗണ്ടറിലെ 4 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? അപ്പ് കൗണ്ടർ 4 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? 00, 01, 10, 11. ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ആ ലോജിക് ഡയഗ്രാം കൂടെ വരയ്ക്കാം. ലോജിക് ഡയഗ്രാം എടുക്കുവാണെങ്കിൽ ലോജിക് ഡയഗ്രാം കൂടെ വരച്ചു പോണേ നിങ്ങള്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇത് ആദ്യത്തത്, ഇതെന്താണ്? രണ്ടാമത്തത്. J1, K1, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എടുത്തത്. Q1, Q1 ബാർ. J2, K2, Q2, Q2 ബാർ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇവിടെ എങ്ങനെയാണ് ക്ലോക്ക് കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സാധാരണഗതിയിൽ ക്ലോക്ക് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഡയറക്റ്റ് ക്ലോക്ക് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൊടുക്കും. എന്നിട്ട് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എസിൻക്രണസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ക്ലോക്ക് കൊടുത്തല്ലോ, എന്നിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക, ഇത് എഴുതി ലേബിൾ ചെയ്യുക, ദിസ് ഇസ് ദ ക്ലോക്ക്. ഓക്കെ, ഇനി സാധാരണഗതിയിൽ ഫ്ലിപ്പ് ഫ്ലോപ്സിനകത്ത്, അതായത് റിപ്പിൾ കൗണ്ടേഴ്സിനകത്ത് നമ്മൾ ഇൻപുട്ട് എന്ത് ചെയ്തേക്കുവാണ്? സെറ്റ് ടു 1. അതായത് ജെയും
കെയും ഷോർട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് കൊടുത്തേക്കുവാണ് 1 കൊടുത്തേക്കുവാണ്. ഓക്കെ, ഇനി അതേപോലെ ജെയും കെയും ഷോർട്ട് ചെയ്ത് 1 കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള എല്ലാ ജെ കെ ഇൻപുട്സും ഇതേപോലെയാണ്. J1 K1 ഷോർട്ട് ചെയ്ത് 1 കൊടുത്തേക്കാണ്, J2 K2 ഷോർട്ട് ചെയ്ത് 1 കൊടുത്തേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്പുട്ട് എവിടെ നിന്ന് എടുക്കാം? ഔട്ട്പുട്ട് അതെ ഈ പോർഷനിൽ നിന്ന് എടുക്കാം. ഈ ഗ്രീൻ ലൈൻസ് ആണ് എന്ത്? Q1 ഉം Q2. ഇത് രണ്ടുമാണ് എന്ത്? നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. This is Q1 and this is Q2. സോ നമുക്ക് Q1 Q2 ഇതാണ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടിനെ നമുക്ക് Q2 Q1, where Q2 is the MSB bit. ഈ Q2 ആണ് MSB, ഈ Q1 എന്താണ്? LSB ബിറ്റ്. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ വേവ് ഫോമും കൂടെ വരച്ചു പോവാം. ഓക്കെ, ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്തേക്കാണ്? നമ്മൾ ക്ലോക്ക് വരുന്നതിന് മുന്നേ ഈ പറയുന്ന Q1 ആണേലും Q2 ആണേലും നമ്മൾ റീസെറ്റ് ചെയ്ത് 0 ആക്കി വെച്ചേക്കാണ്. ഇനി നമ്മൾ നേരത്തെ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ് വരച്ചത്. പക്ഷെ നമ്മൾ ഇവിടെ ബബിൾ അല്ല വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ബബിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ക്ലോക്കിന്റെ നെഗറ്റീവ് എഡ്ജ് അല്ലെങ്കിൽ ഫോളിംഗ് എഡ്ജിലാണ് ഇത് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി നമ്മൾ അസ്യൂം ചെയ്യാണ് ലൈക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലോക്കിന്റെ ഈ മൊമെന്റിൽ മാത്രമേ ആ ചേഞ്ച് വരത്തുള്ളൂ. ഓക്കെ, സോ ഇനിഷ്യലി നമ്മൾ അസ്യൂം ചെയ്യുക Q2 0 Q1 0, കാരണം റീസെറ്റ് കണ്ടീഷൻ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇനി നമ്മൾ ക്ലോക്ക് വന്നു, ക്ലോക്ക് വന്നിരിക്കുക. അപ്പൊ ജെയിലും കെയിലും നമ്മൾ ഇവിടെ ഓൾറെഡി 1 കൊടുത്തേക്കുക. അപ്പൊ ക്ലോക്ക് വന്നിരിക്കുമ്പോൾ ജെ കെയിലും 1 വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Q1 നമുക്കറിയാം when first flip-flop pulse is applied to flip-flop 1, അങ്ങനെയാണെങ്കിൽ flip-flop 1 toggle at the negative going edge of the clock അല്ലേ? ഫ്ലിപ്പ് എന്ത് ചെയ്യും? ടോഗിൾ ചെയ്യും. എവിടെ ടോഗിൾ ചെയ്യും? ആ ക്ലോക്കിന്റെ നെഗറ്റീവ് എഡ്ജിൽ എന്ത് സംഭവിക്കും? ക്ലോക്ക് ടോഗിൾ ചെയ്യും. അതെ, നെഗറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത് ഏതാണ്? ഈ പോയിന്റ് ആണ് അല്ലേ? ഈ പോയിന്റിൽ എന്ത് സംഭവിക്കും? അത് ടോഗിൾ ചെയ്യും. എങ്ങനെ? ഈ രീതിയിൽ എന്ത് സംഭവിക്കും? ടോഗിൾ ചെയ്യും. എവിടം വരേക്കും ടോഗിൾ ചെയ്യും? ടിൽ ദ നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ് വരേക്കും അതെന്ത് ചെയ്തു? ടോഗിൾ ചെയ്തു. ഓക്കെ, അതായത് ഇവിടെ ക്ലോക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ക്ലോക്ക് കൊടുത്ത സമയത്ത് ഡയറക്റ്റ് ക്ലോക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇല്ലേ? അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? അതേ മൊമെന്റിൽ ജെ കെ ഇൻപുട്ട് വന്ന് കിടപ്പുണ്ട്. ആ മൊമെന്റിൽ ഈ പറയുന്ന Q1 ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യും. കാരണം ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എന്താണ് 1-1 കണ്ടീഷനിൽ Q എന്താണ്? ടോഗിൾ കണ്ടീഷൻ ആണ് ഇല്ലേ? നേരത്തെ Qn എന്താണോ ടോഗിൾ എന്ന് പറയുമ്പോൾ Qn എന്താണോ അതിന്റെ പ്രീവിയസ് സ്റ്റേറ്റ് എന്തായിരുന്നു അതിന്റെ ജസ്റ്റ് ഇൻവേർട്ടഡ് കണ്ടീഷൻ ആണ് വരുന്നത്. അപ്പൊ Qn എന്ന് പറയുന്ന നേരത്തെ ഇതല്ലേ നമ്മുടെ Qn എന്ന് പറയുന്ന പ്രീവിയസ് സ്റ്റേറ്റ്, അതെന്ത് ചെയ്തു? ടോഗിൾ ചെയ്തു. അതേ എഫക്റ്റ് ഇവിടെ വരുവോ? രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരുവോ? ഇല്ല. എന്തുകൊണ്ട്? ഈ വരുന്ന Q1 വേണം ഇതിന്റെ ക്ലോക്ക് ആയിട്ട് കൊടുക്കാൻ. അപ്പൊ ഈ ക്ലോക്ക് വന്നെങ്കിൽ മാത്രമേ ഇനി വരുന്ന കണ്ടീഷൻ ടോഗിൾ ചെയ്യുള്ളൂ അല്ലേ? അപ്പൊ ഈ മൊമെന്റിൽ what happens to Q2? Q2 എന്ത് ചെയ്യും? ഇറ്റ് വിൽ റീറ്റെയിൻ ദ 0 സ്റ്റേറ്റ്. ക്ലിയർ ആയോ? മറ്റേത് എന്താവും? 1 ആവുമ്പോഴത്തേക്കും Q2 എന്ത് ചെയ്യും? ഇതാണ് Q1, ഇതാണ് Q2. Q2 എന്ത് ചെയ്യും? പ്രീവിയസ് സ്റ്റേറ്റ് റീറ്റെയിൻ ചെയ്യും. ഓക്കെ, ആ മൊമെന്റില് സെക്കൻഡ് ക്ലോക്ക്, അതായത് അടുത്ത ഫോളിംഗ് ക്ലോക്ക് വന്നു. അടുത്ത ഫോളിംഗ് ക്ലോക്ക് വരുമ്പോഴത്തേക്കും നോക്കിയേ, എഗെയിൻ നെക്സ്റ്റ് ക്ലോക്ക് ഇവിടെ കയറി വന്നല്ലോ. നെക്സ്റ്റ് ക്ലോക്ക് ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? എഗെയിൻ ഇറ്റ് വിൽ ടോഗിൾസ് അല്ലേ? ഇത് 1-ൽ നിന്നും എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 0-ലേക്ക് പോകും ഇല്ലേ? ടോഗിൾ ചെയ്യും. അപ്പൊ ആ സമയത്ത് അപ്പൊ ഇവിടെ 0 നിൽക്കുകയാണ്. പക്ഷെ മുന്നത്തെ ക്ലോക്കിൽ ഇവിടെ എന്തുണ്ടായിരുന്നു? 1 ഉണ്ടായിരുന്നു അല്ലേ? ആ 1 ഇവിടെ കയറിപ്പോയി കഴിഞ്ഞു. ആ 1 ഇവിടെ വന്നപ്പോഴത്തേക്ക് ക്ലോക്ക് ഹൈ ആയല്ലോ. അപ്പൊ ഇവിടെ ഓൾറെഡി 1 വന്ന് നിൽക്കുകയാണ്. അത് കാരണം എന്ത് ടോഗിൾ ചെയ്യും? നമ്മുടെ Q2 ടോഗിൾ ചെയ്യും അല്ലേ? Q2 ടോഗിൾ ചെയ്ത് ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലോക്ക്, ഇതിപ്പോ സെക്കൻഡ് ക്ലോക്കിന്റെ കേസാ പറഞ്ഞ. അപ്പൊ ഇതാ മൂന്നാമത്തെ ക്ലോക്ക് വരുമ്പോ എന്ത് സംഭവിക്കും? Q1 ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗിൾ ചെയ്തോണ്ടേയിരിക്കും. Q1 എന്ത് ചെയ്തു? ഇറ്റ് ടോഗിൾ അഗെയിൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് Q2 എന്ത് ചെയ്യും?
Q2 ആ ക്ലോക്ക് കയറി വരുവോ? ഇല്ല. ഇവിടെ 0 കയറി വന്നപ്പോഴത്തേക്ക് ക്ലോക്ക് ഓഫ് കണ്ടീഷൻ അല്ലേ? അപ്പൊ ഇത് വർക്ക് ചെയ്യുവോ? ഇല്ല. വർക്ക് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രീവിയസ് സ്റ്റേറ്റ് എന്താണോ അത് റീറ്റെയിൻ ചെയ്യും. നേരത്തെ പ്രീവിയസ് സ്റ്റേറ്റ് 1 ആയിരുന്നു, അത് എന്ത് ചെയ്തു? റീറ്റെയിൻ ചെയ്തു. അപ്പൊ എഗെയിൻ ഇവിടെ ഒരു ക്ലോക്ക് വന്നല്ലോ. ഈ ക്ലോക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞോണം, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ ചെയ്ത് പോയല്ലോ. അപ്പൊ 1-ൽ നിന്നും 0-യിലേക്ക് പോയി അല്ലേ? 1-ൽ നിന്നും 0-യിലേക്ക് പോയി. 0-യിലേക്ക് പോയപ്പോഴത്തേക്കും ഇവിടെ എന്ത് സംഭവിച്ചു? ഈ കറസ്പോണ്ടിങ് ഇവിടെ എന്ത് നേരത്തെ 1 ഇവിടെ കയറി വന്നു അല്ലേ? അപ്പൊ ഇത് 1 ആയി. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങി? ടോഗിൾ ആയി തുടങ്ങി. ഓക്കെ, സോ ടോഗിൾ ആയിട്ട് ഈ രീതിയിൽ അതങ്ങ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കറസ്പോണ്ടിങ് 2-bit ട്രിപ്പിൾ കൗണ്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇത് നോക്കിയേ, എങ്ങനെയാണ് കൗണ്ടിങ് പ്രോസസ് നോക്കിയേ? 0 0 അല്ലേ? 0 0. അടുത്തെന്താണ്? Q2 Q1 ഓർഡർ ആണ്. ആദ്യം Q2 ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, Q2 Q1 0 1. അടുത്തെന്താണ്? 1 0. അടുത്തെന്താണ്? 1 1. ഇനി ഒരു 4 ക്ലോക്കും കൂടെ നിങ്ങൾ എടുത്തു നോക്കിയേ. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് എടുത്തു നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇറ്റ്സ് ദ വർക്കിംഗ് ഓഫ് എ 2-bit ട്രിപ്പിൾ അപ്പ് കൗണ്ടർ. എന്താണ് അപ്പ് കൗണ്ടർ? നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത് ഏതിന്റെയാണ്? അപ്പ് കൗണ്ടർ, മറക്കല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡൗൺ കൗണ്ടിങ് പ്രോസസ് കൂടി എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. ചെയ്തു പഠിക്കുക, വേവ് ഫോംസ് വരച്ച് പഠിക്കുക. ഇതേപോലെ നിങ്ങൾ ഒരു 4 ക്ലോക്കും കൂടി എടുത്തിട്ട് ബാക്കിയുള്ള കണ്ടീഷൻസ് വെരിഫൈ ചെയ്യുക. ഓക്കെ.